അപ്പം ഏത് മുന്നണി ആയിക്കോട്ടെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന സ്ത്രീകളെ ആ മട്ടിൽ അങ്ങോട്ട് അടിച്ചമർത്താൻ പറ്റും എന്നുള്ള രീതിക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പൊതുവെ സൊസൈറ്റി ഓൾറെഡി പാട്രിയാർക്കലാണ്, പൊളിറ്റിക്സിലും അതില്ലേ മാം? തീർച്ചയായിട്ടും ഞാൻ യു പ്രതിഭയ്ക്കെതിരെ അത്തരത്തിലൊരു പരാമർശം നടത്തിയതിനെ ഒരിക്കലും അതിനോട് യോജിക്കുന്നില്ല. പക്ഷേ അതിനേക്കാൾ മാതൃകാപരമായി എനിക്ക് തോന്നിയ ഒരു കാര്യം, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം എടുത്ത തീരുമാനമാണ്, നടപടി. അതിനെ ലീഗിനെ പ്രത്യേകം അപ്രിഷ്യേറ്റ് ചെയ്തേ മതിയാവൂ. നിമിഷ നേരങ്ങൾക്കുള്ളിൽ അതിൻ്റെ അകത്തൊരു നടപടി എടുക്കാൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം തയ്യാറായി. അവരെ ഞാൻ തീർച്ചയായിട്ടും അഭിനന്ദിക്കുക. അങ്ങനെ ഒരു കാര്യം പൊതുവെ കാണുന്നില്ലല്ലോ. ഇപ്പോൾ CPM-ൻ്റെ കാര്യത്തിൽ എത്രയോ പ്രശ്നങ്ങളുണ്ടായി, എത്രയോ പേര്. ഇപ്പോൾ അരിത ബാബു അവിടെ മത്സരിച്ച കായംകുളത്തെ അരിത ബാബുവിനെതിരെ പറഞ്ഞപ്പോൾ ഈ പറയുന്ന ഒരു സ്ത്രീകളെയും കണ്ടില്ല, ഈ പറയുന്ന പുരുഷ കേസരിമാരെയും കണ്ടില്ല, ഈ പറഞ്ഞ പുരുഷ നേതാക്കന്മാരെ ഒരാളെയും കണ്ടില്ല. അപ്പോൾ മറ്റൊരു പാർട്ടിയിലെ സ്ത്രീയെ അവഹേളിക്കാം, എൻ്റെ പാർട്ടിയിലെ സ്ത്രീയെ അവഹേളിച്ചാൽ ഓടി വരും. ഇപ്പോൾ ശ്രീമതി വീണ ജോർജ് ഓടിച്ചെന്ന് അവരെ ആശ്വസിപ്പിക്കുന്നത് കണ്ടു. അതേപോലെ ആശ്വസിപ്പിക്കണം. മറു പാർട്ടിയിൽപ്പെട്ട ആരെയെങ്കിലും സ്ത്രീകളെ ആക്ഷേപിച്ചാൽ അങ്ങനെ ചെയ്യാൻ തയ്യാറാകണം. സ്ത്രീ രാഷ്ട്രീയക്കാർ അങ്ങനെ പാർട്ടി നോക്കിയല്ല ഒരു സ്ത്രീ പ്രശ്നത്തിൽ ഇടപെടേണ്ടത്. ശശിക്ക് UDF പിന്തുണ കൊടുത്തു എന്നുള്ളത് ഇതിനോടൊപ്പം കൂട്ടി. അതായത് ഇപ്പൊ നമ്മളിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യം വന്നപ്പോഴത്തേനും വിവാദമായപ്പോഴത്തേനും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. അതേസമയം എൽദോസ് കുന്നപ്പിള്ളിക്ക് സീറ്റ് കൊടുക്കാത്തതും ഇതേ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. അതേ കാരണം കൊണ്ടാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്താണ് കാരണം എന്നുള്ളത് അവിടെ അവർ അനാലിസ് ചെയ്ത് എന്താന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹത്തിനെതിരെയുള്ള കേസ് ഇപ്പം നിലവിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അതിനെപ്പറ്റി നിശ്ചയമില്ല. അതുകൊണ്ടാണ് സീറ്റ് കൊടുക്കാത്തതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പൊ PK ശശിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു ഇനിക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഇരട്ടത്താപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ? PK ശശിക്കെതിരെ PK ശശി കുറ്റക്കാരനല്ലെന്നും PK ശശി അങ്ങനെ ഒരു കുറ്റം ചെയ്തില്ല. DYFIക്കാരിയായ ഒരു പെൺകുട്ടി ആയിരുന്നല്ലോ പരാതിക്കാരി. അന്ന് ഞങ്ങളൊക്കെ സമരം ചെയ്തതാണ്. അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്ന് കമ്മീഷനെ വെച്ച് അന്വേഷിച്ചത് ശ്രീമതി ടീച്ചറും AK ബാലനും ആണല്ലോ. അതിൻ്റെ റിപ്പോർട്ട് എന്താണെന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല. എന്നാലും അതിൻ്റെ അകത്ത് PK ശശി തെറ്റുകാരനല്ലെന്ന് CPM തന്നെയല്ലേ പറഞ്ഞത്. തെറ്റുകാരനല്ലെങ്കിൽ പിന്നെ ഇതിനെപ്പറ്റി എന്തിനാ ചിന്തിക്കുന്നത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.